സംസ്ഥാനത്തെ ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണ കേസിൽ പോലീസ് അന്വേഷണം തുടരുന്നു. നിലവിൽ 19 പേരാണ് പോലീസ് പിടിയിലായത്. മുൻ ആറ്റുകാൽ കൗൺസിലർ ഉണ്ണിയടക്കം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ അടക്കം ഇനിയും പിടികൂടാനുണ്ട്. വിവരങ്ങൾ മേഘന മുരളി നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഗുഡ് മോർണിംഗ് അഗൈൻ. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അത് സമാനതകളില്ലാത്തതായിരുന്നു. വലിയ CPM പ്രതിരോധത്തിനിടയിലൂടെയാണ് അന്ന് ED ഉദ്യോഗസ്ഥർ ഈ പരിശോധന കഴിഞ്ഞ് മടങ്ങിപ്പോയത്. ആ ദൃശ്യങ്ങളും ആ സംഭവങ്ങളെല്ലാം കേരളത്തിന്റെ ഓർമ്മയിൽ തന്നെയുണ്ട്. ഇപ്പോൾ പോലീസ് നടപടി അത് ഈ കേസിൽ ഏത് രീതിയിലാണ്? വധശ്രമത്തിനുൾപ്പെടെ നേരത്തെ കേസെടുത്തിരുന്നു. കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണെന്ന് FIR-ൽ ഈ പരാമർശം ഉണ്ടായത്. അതിൽ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് പോലീസിന്റെ ഇടപെടൽ? തീർച്ചയായും വധശ്രമം, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ, അതുപോലെ തന്നെ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഈ CPM പ്രവർത്തകർക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. അത് ദൃശ്യങ്ങളടക്കം, മാധ്യമങ്ങളുടെ കയ്യിലുള്ള ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം തുടരുകയും ചെയ്യുന്നത്. നിലവിൽ 19 പേരെ, ആ സംഭവം നടന്ന ദിവസവും ഇന്നലെയുമായി 19 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. അതിൽ മുൻ കുന്നൂഴി കൗൺസിലറും അതുപോലെ തന്നെ പാളയം ലോക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള IC ബിനുവിനെ ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇനിയും ആളുകളെ പിടികൂടാനുണ്ട്. കാരണം കണ്ടാൽ അറിയുന്ന 300 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ 10 പേർ നേരിട്ട് ഈ ഒരു ഇതിൽ പങ്കെടുത്തവരാണ്, ഈ ആക്രമണത്തിൽ പങ്കെടുത്തവരാണ്, പ്രതികളാണ് എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് തുടരുന്നത്. അതിൽ മുൻ ആറ്റുകാൽ കൗൺസിലറും അതുപോലെ തന്നെ CPM ഭാരവാഹിയുമായിട്ടുള്ള ഉണ്ണി അടക്കമുള്ള ആളുകളെയാണ്, പ്രധാനപ്പെട്ട കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെയാണ് ഇനിയും പിടികൂടാനുള്ളത്. അവർ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ചീവിട്ട് എറിയുക, അതുപോലെ തന്നെ കാറിന്റെ ഗ്ലാസ് തല്ലിപ്പൊളിക്കുക അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രതികൾ ചെയ്തത് എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. അതിൽ ഇനിയും ആളുകളെ പിടികൂടാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടുമെന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കസ്റ്റഡിയിലുള്ള ഭൂരിഭാഗം പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്നലെ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തുടർ നടപടികൾ ഉണ്ടാകും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള, കസ്റ്റഡിയിലായിട്ടുള്ള ഈ 19 പേരിൽ ഭൂരിഭാഗം പേരും AR ക്യാമ്പിലാണ് ഉള്ളത്. ഇനിയും ആളുകളെ പിടികൂടാനുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഈ പോലീസ് വീഴ്ചയുണ്ടായി എന്നുള്ള വിമർശനം ശക്തമാണ്. ഇത്രയധികം പ്രശ്ന സാഹചര്യം, ഗുരുതര സാഹചര്യം ഉണ്ടായിട്ടും പോലീസിന് അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനവും ശക്തമാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് നിന്ന് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തലസ്ഥാനത്ത് ഏറ്റവും, അതായത് ഈ കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായൊരു സാഹചര്യമാണ് തലസ്ഥാനത്ത് ഉണ്ടായത്. അതിൽ വലിയൊരു നടപടി ഉണ്ടാകും. അത് ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളൊക്കെ പിടിയിലാകുമെന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. മാധ്യമങ്ങളുടെ കയ്യിലുള്ള ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അവരെ തിരിച്ചറിഞ്ഞാണ് ഈ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.